Hi all, welcome to Study with PSC അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഓപ്ഷൻ ബി, തവന്നൂർ സെൻട്രൽ ജയിൽ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? തവന്നൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, അലക്സാണ്ടർ ജേക്കബ്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി, 18 മുതൽ 21 വയസ്സുവരെ ഉള്ളവരെ. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? 18 മുതൽ 21 വയസ്സ് വരെ ഉള്ളവരെ. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, 2ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ, 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി, 3 മാത്രം. ശരിയായ പ്രസ്താവന: അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവന: അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി, 11 ഡിസംബർ 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി, 1 മാത്രം. തെറ്റായ പ്രസ്താവന: വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. വി ഹരിനായർ. കേന്ദ്രത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജീവ് കുമാർ ഗോയലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പം പുതിയ ആൾ വന്നതാ. മുമ്പ് ഹീരാലാൽ സമരിയായിരുന്നു. ഇപ്പം അദ്ദേഹം മാറി കേന്ദ്രത്തിലെ, അതായത് ദേശീയത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഓർത്ത് വെച്ചോണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ രാജ്കുമാർ ഗോയലാണ്. അതായത് ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജീവ് കുമാർ ഗോയൽ, ഇന്ത്യയുടെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. അപ്പം ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് മാറിയത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടും പഠിച്ചു വെച്ചോണം, രണ്ടുപേരുടെയും പേരും. അതായത് കേന്ദ്രത്തിലെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ, കേന്ദ്രത്തിലെ 13ാമത്, അതായത് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഓക്കെ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാപനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി 1, 2, 3, 4. സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ശാരീരിക ചലനപര ബുദ്ധി. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്?
ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി സാമൂഹികം. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉത്കണ്ഠ. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. ഓക്കെ, 24-ാം തീയതിയാണ് എക്സാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്